നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചാലുമൂട് പെരുമൺ ചിറ്റയം എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരുമൺ തേരോട്ടവുമായി ബന്ധപ്പെട്ട് ഉത്സവത്തിനിടെ ഉണ്ടായ ഒരു അടിപിടി. ഈ അടിപിടിയിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രവീണിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ സംഭവത്തിൽ അഞ്ചാലുമൂട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ കേസെടുത്ത് നാളിതുവരെയായിട്ടും പ്രതികളെ പിടികൂടാനോ പ്രതികളെ കണ്ടെത്താനോ സാധിക്കാത്തൊരു സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികളെ കണ്ടെത്താൻ പറ്റാത്തത്? അവിടെ ചെല്ലുമ്പോൾ എന്റെ കുഞ്ഞിനെ കണ്ടപ്പം വണ്ടിയിൽ നിന്ന് വീണായിട്ട് പറയത്തില്ല വരുന്നു. കാരണം വെച്ചാൽ എൻ്റെ കുഞ്ഞ് ചോരയെ കുളിച്ച് ആ രക്തത്തിൽ കിടക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ കണ്ടപ്പം പറഞ്ഞ് അവർ പപ്പ കൂടെ ഉണ്ടായിരുന്നു. പപ്പ അന്നേരം പറഞ്ഞ് എന്തിനാ നിങ്ങൾ ഈ ചതി ചെയ്തത്, നിങ്ങൾ കൊന്നു തന്നിട്ട് തന്നാൽ പോരായിരുന്നു. കാരണം ആ അവസ്ഥ അങ്ങനെ ആയിരുന്നു. അന്നേരം ഈ കൊണ്ടുവന്ന പയ്യന്മാർ എന്നെ വിളിച്ച സമയത്ത് അവിടെ ഈ സാംസൺ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. അങ്ങനെ കുറെ അവരുടെ കൂട്ടത്തിലുള്ള കുറെ വ്യക്തികളുണ്ട്. ആ വ്യക്തികളടന്ന് അവർ മൊഴി കൊടുത്തത്. അന്നേരം ഞങ്ങൾ ഈ കൊണ്ടുവന്ന പയ്യനോട് ചോദിച്ചപ്പോൾ ഞാൻ മൊഴി അവിടെ കൊടുത്തിട്ടില്ല, എന്നോട് ആരാ കൊണ്ടുവന്നിരുന്നപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്നിരുന്നു ഈ വിനയ് എന്ന് പറഞ്ഞ പയ്യൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് നിരപരാധിയാണ്. ഈ സാംസൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അവിടെ മൊഴി കൊടുത്തത്. കൊടുത്ത മൊഴിയെല്ലാം വണ്ടിയിൽ നിന്ന് വീണു എന്നുള്ള ഒരു വണ്ടിയിൽ നിന്ന് വീണ് നടന്നത്. അങ്ങനെ നമ്മൾ അതും പ്രകാരം ഡിസ്ട്രിക്ട് ചെന്നപ്പോഴും വണ്ടിയിൽ നിന്ന് വീണാൽ ഇത്തരത്തിൽ ഈ ഒരു ചിത്രങ്ങളിൽ തന്നെ നമുക്ക് കാണുമ്പോഴറിയാം. പോലീസുകാരും പറയുന്നുണ്ട്. ഇന്ന് സി ഐ സാറിനെ കാണാൻ ചെന്നിരുന്നത്. സി ഐ സാറും പറയുന്നത് ഇത് ഇവന്റെ ഫോട്ടോ ഇവനെ കാണുമ്പോഴേ ഇത് അടിച്ച വ്യക്തിത. കാരണം ഈ മുഖത്തെന്ന് പറയുന്നത് 37-38 നരമ്പുകളുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇതിനകത്ത് 17 പൊട്ടലുണ്ടായിരുന്നു. 15 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റിപ്പോർട്ട് എടുത്ത് നോക്കി 17 പൊട്ടൽ അതിനകത്തുണ്ടായിരുന്നു. ഈ പൊട്ടൽ കണ്ടോ പോലീസുകാർ പറയുന്നത് ഇത് ഇടിച്ചത് തന്നെ. പക്ഷെ ഞങ്ങൾക്ക് മൊഴി തന്ന പ്രകാരം കേസെടുക്കാൻ പറ്റത്തുള്ളൂ. ഏതായാലും അന്വേഷണം കൃത്യമായ രീതിയിലേക്ക് എത്തട്ടെ. കാരണം തെളിവ് സഹിതം ഈ സംഭവത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഈ രക്ഷിതാക്കൾ പരാതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പോലീസ് കേസെടുക്കുന്നതിന്റെ ആ ഒരു വൈചിത്ര്യമായിട്ടുള്ള അല്ലെങ്കിൽ വിചിത്ര സ്വഭാവം എന്താണെന്നാണ് നമുക്കും അറിയേണ്ടത്.